ഹലോ മക്കളെ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്വദേശ് മെഗാ ക്വിസുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ചോദ്യങ്ങളാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന ആശയവുമായി ബന്ധപ്പെട്ടാണ്, സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ വിഷയവുമായി ബന്ധപ്പെട്ടാണ്, അല്ലേ? സോ നിങ്ങൾ ബാക്കിയുള്ള വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ കയറി കണ്ടിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ കയറി ആ ഒരു വീഡിയോസൊക്കെ കാണുക. നിങ്ങൾക്ക് വ്യത്യസ്തമായ രീതിയിൽ എല്ലാ ക്വിസ് മത്സരത്തിലും തയ്യാറെടുക്കാൻ പറ്റിയ കുറേ അധികം വീഡിയോസ് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മുമ്പോട്ട് പോകാം. നേരെ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലോട്ട് കിടക്കുകയാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്, ശ്രദ്ധയോടുകൂടി കേൾക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് അത് പഠിക്കാം. അതായത് ചിലപ്പോൾ എഴുതി പഠിക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ എന്താ കേട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും കൃത്യമായിട്ട് പഠിക്കുക. ആദ്യ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യം. നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഉത്തരമാണ് കെ തായാട്ട്. ഓക്കെ, ദെൻ കെ തായാട്ടിൻ്റെ യഥാർത്ഥ പേര് എന്താണ് എന്നാണ് ചോദ്യം. സ്വാഭാവികമായിട്ടും ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രതീക്ഷിക്കാം ഉത്തരം കുഞ്ഞനന്ദൻ തായാട്ട്, അല്ലെങ്കിൽ തായാട്ട് കുഞ്ഞനന്ദൻ. ഓക്കെ, ഓർത്ത് വയ്ക്കാം, തായാട്ട് കുഞ്ഞനന്ദൻ. അടുത്ത ചോദ്യം, എത്ര അനുയായികളുമായാണ് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത്? എത്ര അനുയായികളോടൊപ്പമാണ്? ഉത്തരം 79. 79 പേര് അടങ്ങിയൊരു സംഘമായിരുന്നു അന്ന് ഉപ്പ് സത്യാഗ്രഹ യാത്ര അതിലേക്ക് തുടങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. 79 ആളുകളായിരുന്നു. അടുത്ത ചോദ്യം ഇതുമായി ബന്ധപ്പെട്ടതാണ്. എത്ര ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ഗാന്ധിജിയും അനുയായികളും ദണ്ഡി കടപ്പുറത്ത് എത്തിയത്? എവിടെയാണ് ദണ്ഡി കടപ്പുറം? നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്, എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഉത്തരം പറയാൻ ശ്രമിക്കുക. എത്ര ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ്? ഉത്തരം 24 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഏപ്രിൽ 5-നാണ് ഓക്കെ എത്തിയത്. ഓർത്ത് വയ്ക്കുക, 24 ദിവസം ഒപ്പം ഏപ്രിൽ 5-നാണ് എത്തിയത് എന്നുള്ളൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലേക്ക് കൊണ്ടുപോവുക. ഓക്കെ, ഉപ്പ് സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത് എവിടെ നിന്നാണ്? ഓക്കെ, ഉത്തരം എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, സബർമതി ആശ്രമം. എവിടെയാണ് സബർമതി ആശ്രമം എന്നുകൂടി നിങ്ങൾ ഓർത്ത് വെക്കണം, ഗുജറാത്തിലാണ്, അല്ലെ? ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്നുമാണ്. അടുത്ത ചോദ്യം, ദണ്ഡി കടപ്പുറത്ത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പ് കുറുക്കൽ സമരം ആരംഭിച്ചത് എന്നാണ്? നമ്മൾ എന്നാണ് അവസാനിച്ചതെന്ന് പറഞ്ഞു, ഇനി എന്നാണ് ആരംഭിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. 1930 ഏപ്രിൽ 6-ന് രാവിലെ 6 മണിക്ക്. ഓക്കെ, ഓർത്ത് വയ്ക്കാം. ഓക്കെ ആണോ? യെസ്. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയുടെ വരവ് അറിയിച്ചുകൊണ്ട് ഉച്ചഭാഷിണിയുടെ മുന്നിൽ നടന്ന സംഘത്തിന് നേതൃത്വം എടുത്ത ആ ഒരു വ്യക്തി ആരാണ്? നേതൃത്വം കൊടുത്ത വ്യക്തി ആര്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ, അല്ലെ? ഉരുക്കു മനുഷ്യൻ എന്നൊക്കെ അറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ. അടുത്ത ചോദ്യം, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഉപ്പിന് നികുതി ചുമത്തിയതിൽ പ്രതിഷേധിച്ച് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹ ജാഥ ആരംഭിച്ചതെന്ന്? ഓക്കെ, ഓർത്തു വയ്ക്കുക. ഉത്തരം 1930 മാർച്ച് 12-ന്. ഓക്കെ, അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ആരുടെ വാക്കുകളാണിത്? ഉത്തരം ബാലഗംഗാധര തിലക്. ഓക്കെ, അടുത്ത ചോദ്യം, ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരായിരുന്നു? 2 ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കണം, കൂടിയ വ്യക്തിയും അതേപോലെ പ്രായം കുറഞ്ഞ വ്യക്തിയും. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രായമുള്ള വ്യക്തി ഉത്തരം ഗാന്ധിജി തന്നെയാണ്. 61 വയസ്സായിരുന്നു അദ്ദേഹത്തിന് ആ ഒരു സമയത്ത് ഉള്ള പ്രായം. ഓക്കെ, അതേപോലെ അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ കൂടെ ഉപ്പ് സത്യാഗ്രഹ യാത്രയിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ഓക്കെ, ഉത്തരം കാന്തിലാൽ. ഗാന്ധിജിയുടെ പൗത്രനാണ് കാന്തിലാൽ എന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, ഉപ്പ് എന്തിൻ്റെ പ്രതീകമാണ് എന്നാണ് ഗാന്ധിജി പറയുന്നത്? ഉപ്പ് എന്തിൻ്റെ പ്രതീകമാണ് എന്നാണ് ഗാന്ധിജി പറയുന്നത്? ഉത്തരം ശക്തിയുടെ പ്രതീകം. ശക്തിയുടെ പ്രതീകമാണ് ഉപ്പ് എന്നാണ് ഗാന്ധിജി പറയുന്നത്. അടുത്ത ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്, കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഉത്തരം കെ കേളപ്പൻ. ദെൻ അജയ്യയുടെ പ്രതീകം എന്ന പാഠഭാഗം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? അജയ്യതയുടെ പ്രതീകം എന്ന പാഠഭാഗം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് എന്നാണ് ഉത്തരം നാം ചങ്ങല പൊട്ടിച്ച കഥ ബൈ കെ തായാട്ട്. അടുത്ത ചോദ്യം, ഗാന്ധിജിയും അനുയായികളും ഉപ്പ് സത്യാഗ്രഹം നടത്തിയത് എവിടെ വെച്ച്? ഓക്കെ, റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്, വ്യത്യസ്തമായ രീതിയിൽ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഉത്തരം ദണ്ഡി കടപ്പുറം, ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറം. പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ചോദ്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് കൂടിയാണ്.
കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി ആര്? നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഒരു കണക്ഷൻ ചോദ്യമാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി, ഉത്തരം കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പൻ. ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് ഗാന്ധിജി എന്താണ് ജനങ്ങളോട് പറഞ്ഞത്, അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹ യാത്ര തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഗാന്ധിജി ജനങ്ങളോട് ആഹ്വാനം ചെയ്തത് എന്താണ് എന്നാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം കൂടിയാണ്. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, ഗാന്ധിജി പറഞ്ഞതാണ് കേട്ടോ. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, അല്ലെങ്കിൽ എൻ്റെ ജഡം കടലിൽ പൊങ്ങിക്കിടക്കുന്നത് നിങ്ങൾ കാണും. ഓക്കെ, ഇത്രയും ആർജവത്തോടു കൂടിയാണ് ആ ഒരു കാര്യം പറഞ്ഞത്. ഇനി മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ടാണ്, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടാണ് മഹാത്മാഗാന്ധി ജനിച്ച വർഷം ഏത്? ഉത്തരം 1869 ഒക്ടോബർ 2. ദെൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു എന്നാണ് ചോദ്യം. ഉത്തരം ക്ലെമന്റ് ആറ്റ്ലി. ഓക്കെ, ക്ലെമന്റ് ആറ്റ്ലി. ആറ്റ്ലി എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, ക്ലെമന്റ് ആറ്റ്ലിയാണ് പൂർണ്ണമായിട്ടുള്ള നാമം. ഇനി സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി, ഉത്തരം ഓർത്ത് വയ്ക്കുക, ജവഹർലാൽ നെഹ്റു. ദെൻ ഉപ്പ് സത്യാഗ്രഹ യാത്രയിൽ ഗാന്ധിജിയുടെ കുടുംബത്തിൽ നിന്ന് ആരൊക്കെയാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്? ഓക്കെ, നേരത്തെ ഒരാളെ പേര് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് അല്ലെ, കാന്തിലാൽ അല്ലേ. അതേപോലെ മകൻ മണിലാലും ആ ഒരു യാത്രയിൽ ഉണ്ടായിരുന്നു. മകൻ മണിലാൽ, ഒപ്പം പൗത്രൻ കാന്തിലാൽ കൂടി ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം ഏതാണ്? കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം എവിടെ നടന്നു? നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് എന്താണ്? സബർമതി ആശ്രമം അല്ലെ, അല്ലെങ്കിൽ എന്താണ്, ഗുജറാത്തിലാണ് നമ്മൾ പറഞ്ഞു അല്ലെ, ദണ്ഡി കടപ്പുറത്ത് അല്ലെ. സബർമതി ആശ്രമത്തിൽ എന്ത് ചെയ്തു? യാത്ര ആരംഭിച്ചു, ദണ്ഡി കടപ്പുറത്തെത്തി, ഉപ്പ് കുറുക്കി അല്ലെ. ഗുജറാത്തിലാണ് ഈ ഒരു സ്ഥലങ്ങളൊക്കെ ഓർത്തു വയ്ക്കുക. കേരളത്തിൽ നടന്നത് പയ്യന്നൂരായിരുന്നു. ഓക്കെ, പയ്യന്നൂരാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ നിയമലംഘന പ്രസ്ഥാന സമരം ഏത് എന്ന് ചോദിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഉത്തരം നൽകുക, ഉപ്പ് സത്യാഗ്രഹം. ഓക്കെ, ദെൻ അയിത്തത്തിനെതിരെ അല്ലെ, അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിത സമരം ഏത്? സംഘടിത സമരം ഏത്? ഓക്കെ, ഉത്തരം വൈക്കം സത്യാഗ്രഹം. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? ഓക്കെ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം ഏത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം കൂടിയാണ് കേട്ടോ, നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. പ്ലാസി യുദ്ധമാണ്, 1757 പ്ലാസി വാർ. ഓക്കെ, അപ്പോൾ ഇത്രയും വളരെ പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി പോയിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഈ ഒരു വീഡിയോ കൂട്ടുകാരിലേക്കും മറ്റുള്ള ആളുകളിലേക്കൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.